ചേട്ടാ ഇത് സിദ്ദിഖാണോ? ഇന്നലെ ഞാൻ അവിടെ ബേക്കറിന്ന് ഒരു മുട്ട പപ്സ് മേടിച്ചായിരുന്നു. ഇന്നലെ ബേക്കറിന്ന് ഒരു മുട്ട പപ്സ് മേടിച്ചായിരുന്നു. അതിനകത്ത് മുട്ടയില്ല. ഇത് എങ്ങനെയാണ് ഈ മുട്ടയില്ലാതെ മുട്ട പപ്സ് ഉണ്ടാക്കണേന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. വൈകുന്നേരം ചേട്ടാ. എന്റെ നമ്പർ എങ്ങനെ കിട്ടിയേ? എനിക്ക് കിട്ടും. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. കാട മുട്ടയെങ്കിലും വയ്ക്കി ഇതിനകത്ത്. ഒരു കാവ്യ ഭംഗിക്ക് വേണ്ടി പറഞ്ഞതാ, അത് മനസ്സിലാക്കണ്ടേ, അത് ബോധം വേണ്ടേ? പറഞ്ഞ ഇവിടെ മുട്ടൽ തെറിയാടാ, അതാണ്ട് അമ്മയ്ക്ക് വിളിക്കുന്ന പോലെ. അണ്ണ ഇങ്ങനെ തെറി വിളിക്കരുത്, ഇങ്ങനെ തെറി വിളിക്കരുത്. അതെ, നിങ്ങൾ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം. നമ്മുടെ ഈ കളി തീക്കളി, അതോർത്തോ. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. പിന്നെ മുട്ട പപ്സിനകത്ത് മുട്ട അല്ല, പിന്നെ തേങ്ങ എടുത്ത് വയ്ക്കാൻ പറ്റും. ഞാനൊക്കെ വലിയ പ്രതീക്ഷയിലാണ് മുട്ട പപ്സ് മേടിക്കുന്നത്. ഇതിനകത്തുള്ള മുട്ട കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. മുട്ട പപ്സ് ഓർഡർ ചെയ്യുന്ന മുട്ട ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതെ, വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ. നല്ല സ്ഥലത്തുനിന്ന് ഓർഡർ ചെയ്യണം, അല്ലാതെ കണക്കണോ സ്ഥലത്തുനിന്ന് ഓർഡർ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? ഇത് നിങ്ങൾ അച്ഛന്റെ കമ്പനിയാണെന്നാണ് എനിക്ക് തോന്നണം. അതെ, ടൈഗർ ബിസ്ക്കറ്റിനകത്ത് ടൈഗർ ഇല്ലെന്നും പറഞ്ഞിട്ട് മുട്ട പപ്സിനകത്ത് മുട്ട ഉണ്ടാവാതിരിക്കാൻ പറ്റുമോ? എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഇവിടെ കൊണ്ട് സംസാരിപ്പിക്കരുതായിരുന്നു. ചേട്ടന്റെ മൂടെ മാറ്റി. അമ്മൂമ്മേനെ വിളിച്ചില്ലേ? അപ്പൊ പിന്നെ എനിക്ക് എന്തും പറയാം. എന്താണ് അതിന്റെ ഉദ്ദേശം? പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. എന്താ ഏട്ടാ ഇതിങ്ങനെ? നിങ്ങൾ എന്താ ഏട്ടാ ഇങ്ങനെ വർത്താനം പറയുന്നത്? സംസാരിക്കണം കേട്ടോ. രണ്ട് സ്ത്രീകളോടല്ലേ സംസാരിക്കുന്നത്? നടക്കൂല മോളെ, ഉമേഷ് എടുത്ത് പരിപാടി നടക്കൂല. നിങ്ങൾ എവിടെ നിന്നാണോ മുട്ട പപ്സ് ഓർഡർ ചെയ്യുന്നത്, അതൊരു 10 എണ്ണം ഒരു പെട്ടിയിലാക്കി ഇങ്ങോട്ട് കൊടുത്തേക്ക്, നമ്മൾ കഴിച്ചു നോക്കട്ടെ. ഒരുമാതിരി ബൂർഷാ ടോണിൽ എന്നോട് സംസാരിക്കരുത്. ചേച്ചി അഡ്രസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. പ്രവീൺ ആരാണ്? പ്രവീൺ നിങ്ങൾ അയ്യോ, കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.